കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ, അതായിരുന്നു നമ്മൾ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസമായിട്ട് എടുത്തോണ്ടിരിക്കുന്നത്. അതില് എന്താണ് ആദ്യം ഒന്നാം പാഠമായിട്ട് പഠിച്ചത്? മണ്ണിന്റെ വളക്കൂറ്. ഒന്നാമത്തെ അതായിരുന്നു. എന്താണ് വളക്കൂറ്? അത് എങ്ങനെ എവിടെ നിന്നും വരുന്നു? കാരണം നല്ല വളക്കൂറുള്ള മണ്ണിൽ ചെടികളെല്ലാം ആരോഗ്യത്തോടെ വളരുകയും നല്ല വിളവ് തരികയും ചെയ്യും. അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്താണ് ഈ വളക്കൂറ്, അത് എങ്ങനെ എവിടെ നിന്നും വരും. ഇത് പഠിക്കാതെ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ വളക്കൂറുണ്ടാക്കുക എന്നുള്ളതാണ് അതിപ്രധാനം. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മളിപ്പോ കൃഷി ചെയ്യുന്നതിന് ഇത് പഠിച്ചിട്ട് എന്താ കാര്യം, വളക്കൂറിന്റെ കാര്യം എന്താ? ശരിയാണ്, നമ്മളുടെ മണ്ണ്, മലമേഖലകളിൽ ഉണ്ടായിരുന്ന മണ്ണ്, ഇന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ണ് കോടിക്കണക്കിന് വർഷം കൊണ്ട് രൂപപ്പെട്ട കൃഷിക്ക് അനുയോജ്യമായി തീർന്ന മണ്ണാണത്. ആ മണ്ണിൽ ആ കൃഷി ചെയ്തപ്പോ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കൃഷി ചെയ്തു പോയി. അപ്പൊ മണ്ണിന് ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുണ്ടായിരുന്നു. ഇനി അത് പറ്റില്ല. കാരണം നിരന്തരമായി നമ്മൾ ഒരേ സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോ മണ്ണിന്റെ വളക്കൂറ് തീർന്നു പോവുകയും വിളവ് കുറയുകയും പ്രശ്നങ്ങൾ, രോഗങ്ങളും കീടങ്ങളും അധികരിക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം ഉൽപാദന ചെലവ് കൂടുമെന്നുള്ളത്. ഉൽപാദന ചെലവ് കൂടുകയും ചെയ്യും. കാരണം കൃഷി അസാധ്യമായി തീരും. പടിപടിയായി മുന്നോട്ട് വരുമ്പോ കൃഷി അസാധ്യമായി തീരുമെന്നതിനാൽ വളക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ്, എവിടുന്നാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇപ്പൊ വളക്കൂറ് എന്ന് പറഞ്ഞാൽ സസ്യജാലങ്ങളുടെ ഇലയും, അതായത് സസ്യ കുടുംബത്തിലെ സകലമാന സസ്യങ്ങളുടെയും ഇലയും തണ്ടും തടിയും മണ്ണിൽ വീണ് പൊടിഞ്ഞ് മണ്ണിന്റെ ഭാഗമായി തീർന്നു. അതോടൊപ്പം തന്നെ ജീവജാലങ്ങളുടെ, ബാക്ടീരിയ മുതൽ വൈറസ് മുതൽ ആന വരെയുള്ള മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ഉച്ഛിഷ്ടങ്ങളും ജീവിയും മണ്ണിൽ അലിഞ്ഞു ചേരുന്നു. അങ്ങനെയാണ് മണ്ണിന് വളക്കൂറുണ്ടായത്. അപ്പൊ നമ്മൾ വളക്കൂറുണ്ടാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. ഈ കാര്യം പിടികിട്ടിയാൽ സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ പരമാവധി മണ്ണിലേക്ക് ഇട്ടു കൊടുക്കുക, ജീവജാലങ്ങളുടെ ഉച്ഛിഷ്ടങ്ങൾ പരമാവധി ഇട്ടു കൊടുക്കുക, മണ്ണിന് വളക്കൂറായി. അപ്പൊ നമ്മളിത് അത് ചെയ്യാതെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്, ഇത് മണ്ണിൽ അവിടെ പറമ്പിൽ കിടന്നാൽ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും? അതിനാണ് കമ്പോസ്റ്റിങ് വേണ്ടി വരിക. ഈ കമ്പോസ്റ്റിങ് ചെയ്യാനുള്ള കാലതാമസം ഒഴിവാക്കാൻ വേണം ടെക്നോളജി ഉപയോഗിക്കാം. ഈ ജൈവ അവശിഷ്ടങ്ങളെ മുഴുവൻ ചെറുതായി അരിയാം. ഇതൊക്കെയാണ് കർഷകർ ചെയ്യേണ്ടത്. അല്ലാതെ കൃഷിയിൽ കുറുക്കു വഴികൾ തേടരുത്. ഒരിക്കലും കുറുക്കു വഴി തേടരുത്, എളുപ്പ വഴി തേടരുത്. കാരണം കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒന്നല്ല. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനോ കുറച്ച് ജീവിത മാർഗത്തിലുള്ള ഒരു ഉപാധിയോ ഒന്നും അല്ല കൃഷി. കൃഷി അതിനേക്കാളും ഒരുപാട് മേലെയാണ്, പ്രത്യേകിച്ച് ജൈവ കൃഷി. രാസകൃഷി കച്ചവടമായിരിക്കും, അഗ്രി ബിസിനസ് ആണ്, അതിലെന്ത് വേണേലും കാണിക്കാം. ജൈവ കൃഷിയിൽ അത് പറ്റില്ല. അങ്ങനെ ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രമേ ജൈവ കൃഷിയിലേക്ക് ഇറങ്ങാവൂ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് ഹാനികരമാകരുത്, മറ്റുള്ളവരെ പരിഗണിക്കുന്ന ജൈവ മനുഷ്യരുടേതാണ് ജൈവ കൃഷി. അല്ലാത്ത ആർക്കും ജൈവ കൃഷി പറഞ്ഞിട്ടില്ല. അല്ലാത്തവർക്ക് മറ്റുള്ള കൃഷികൾ ചെയ്യാം, ആരും അവരെ തടസ്സപ്പെടുത്തുന്നില്ല. ചെയ്യാവുന്നതേ ഉള്ളൂ, ചെയ്യാം. എത്ര രാസവളം വേണേലിടാം, എത്ര കീടനാശിനി വേണേലിടാം, എന്ത് കളനാശിനി വേണേലും അടിക്കാം, ചെയ്തോളൂ. പക്ഷേ അതിന്റെ അനന്തര ഫലം നമ്മൾ മാത്രമല്ല, നമ്മളുടെ അനന്തര തലമുറ മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഇത് നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ കൃഷി ചെയ്യുന്നുണ്ട് എങ്കിൽ, കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, കൃഷി കൊണ്ട് ഉപജീവന മാർഗം നടത്താൻ തയ്യാറാകണം എന്നുണ്ടെങ്കിൽ കൃഷിയിൽ ജൈവ മാർഗത്തിൽ ഉണ്ടാക്കാനുള്ള വഴി പഠിച്ചേ പറ്റൂ, കണ്ടുപിടിച്ചേ പറ്റൂ. പല വഴികളിലൂടെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഇനി ഒരുപാട് അഡ്വാൻസ് ചെയ്യാനുണ്ട് ജൈവ കൃഷി. ജൈവ കൃഷിയുടെ വളക്കൂട്ട് ഒരുപാട് അഡ്വാൻസ് ചെയ്യാനുണ്ട്. ഇപ്പൊ വാഴയ്ക്ക് ഒരു മണ്ണുണ്ട്, ഒരു ജൈവ മണ്ണുണ്ട്. അതിന്റെ കോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇന്നേ വരെ അതിന്റെ ഗവേഷണം നടന്നിട്ടില്ല ഒരിടത്തും.
വെണ്ടയ്ക്ക് മറ്റൊരു കോമ്പിനേഷനാണ്, വഴുതനയ്ക്ക് വേറൊരു കോമ്പിനേഷനാണ്, തക്കാളിക്ക് വേറൊരു കോമ്പിനേഷനാണ്. ഇതിന്റെ pH എല്ലാം ഡിഫറന്റ് ആണ്. ഇത് കണ്ടുപിടിച്ച് തരേണ്ട ശാസ്ത്ര ലോകം നമ്മളെ സഹായിക്കാനില്ല. അവരാ വഴിക്ക് വരുന്നില്ല. അതിന്റെ ഉത്പാദന ചെലവ് കുറക്കാനും ഓരോ കാബേജിന് കാബേജിൻ്റെതായ മണ്ണുണ്ട്, കോളിഫ്ലവറിന് കോളിഫ്ലവറിൻ്റെതായ മണ്ണുണ്ട്. ഈ മണ്ണ് വ്യക്തമായി മനസ്സിലാക്കി അത് ഉണ്ടാക്കാൻ പഠിക്കാതെ കൃഷി ചെയ്യാൻ തുടങ്ങിയാൽ അതിൽ പ്രശ്നങ്ങൾ സഹായിക്കാൻ നമ്മുടെ ഗവൺമെന്റോ ശാസ്ത്രലോ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഓരോരുത്തർ കണ്ടുപിടിച്ചാൽ മതി എന്ന കാര്യം മാത്രമേ ഉള്ളൂ. പല രീതിയിലുള്ള ഇലകൾ ശേഖരിക്കുക, പല രീതിയിലുള്ള ജീവികളുടെ വളങ്ങള്, ചാണകം, മൂത്രം, ആട്ടിൻകാട്ടം, പല രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ. പക്ഷെ ഇത് എഴുതി വെച്ചിട്ട് ചെയ്യണം എന്നുള്ളത്, എഴുതി വെച്ചിട്ട് ഡോക്യുമെന്റ് ചെയ്യുക എന്ന് പറയും. കാരണം നമ്മളെ സഹായിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലായിക്കോളും. അവരവരെ ഏതെങ്കിലും ഒരു വിളവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി കണ്ടുപിടിക്കുക തന്നെ വേണം. നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം വേണം. അതായത് വളക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ഭക്ഷണം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ചോറ്, ഗോതമ്പ്, കപ്പ, കാച്ചില്, ചേന, ഇങ്ങനെയാണ് ഭക്ഷണം എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നത് നമുക്ക് ഊർജം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും ഇതിനകത്തെല്ലാം നിറച്ചു വെച്ചിരിക്കുന്ന ഊർജമാണെന്നും ഈ സൗരോർജം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ പരമപ്രധാനമായ കർത്തവ്യം എന്നും മനസ്സിലാക്കി സൗരോർജം പിടിച്ചെടുത്ത് മണ്ണിലേക്ക് ചേർക്കാൻ സസ്യജാലങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആ സസ്യജാലങ്ങൾ ഉപയോഗിച്ച് സൗരോർജത്തെ പിടിച്ചെടുത്താൽ നമ്മൾ പിടിച്ചെടുക്കുന്ന സൗരോർജമല്ല, ഭക്ഷണമാണ് എന്ന് തിരിച്ചറിയുക. ഈ ഒരു നിലപാട് മനുഷ്യരെടുത്താൽ, ഭൂമിയിലുള്ള സകല മനുഷ്യരും എടുത്താൽ, ഈ ഭൂമുഖത്ത് ഒരു കുഞ്ഞും പട്ടിണി കിടക്കേണ്ടി വരില്ല. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഭക്ഷണം? അത് വരുന്നത് സൂര്യനിൽ നിന്നാണ്. സൗരോർജമാണ് ഭക്ഷണം. അതാണ് ഭൂമിയുടെ മൂലധനം. ഈ സൗരോർജം തന്നെയാണ് വളക്കൂറ്. അത് മനസ്സിലായി. സൗരോർജം തന്നെയാണ് വളക്കൂറ്. ഈ സൗരോർജം തന്നെയാണ് ഭക്ഷണം. ഈ സൗരോർജം തന്നെയാണ് വെള്ളം. ഈ സൗരോർജം തന്നെയാണ് വായു. അതായത് അഗ്നിയിൽ നിന്നും വായു, വായുവിൽ നിന്നും വെള്ളം, വെള്ളത്തിൽ നിന്നും ഭൂമി, ഭൂമിയിൽ നിന്നും അന്നങ്ങൾ 5. ഈ 5 അന്നങ്ങളും രൂപപ്പെട്ടു വരുന്നത് ഭൂമിയിൽ നിന്നാണ്. ആ ഭൂമിയിൽ നിന്നും അത് പുനർജനിക്കണമെന്നുണ്ടെങ്കിൽ, രൂപപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ ഈ സൗരോർജം എന്ന് പറഞ്ഞ മൂലം മണ്ണിലേക്ക് ചേർത്തുകൊണ്ടേയിരിക്കണം. ഇത് മനസ്സിലാക്കാതെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം അതുകൊണ്ടാണ് പോയി കുഴപ്പത്തിലേക്ക് വീഴുന്നത്. കഴിക്കുന്ന ഭക്ഷണം തെറ്റി. എന്താണോ കഴിക്കേണ്ടത് അതല്ല കഴിക്കുന്നത്. കഴിക്കുന്നത് മുഴുവൻ വിഷായി. ആ കഴിക്കുന്നതിൽ പോഷക മൂല്യങ്ങളില്ല. ഇങ്ങനെ പോയാൽ എത്ര നാളാണ് ഈ ജീവിക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാനാവുക? മനുഷ്യൻ അന്യം നിക്കലിലേക്കാണ്. എത്ര പറഞ്ഞാലും മനുഷ്യർക്ക് അത് മനസ്സിലാവില്ല. ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി അവന്റെ അന്യം നിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യപ്പെടാൻ പോവുകയാണ്. അതിശക്തമായ വൈറസ് വരും. അതിശക്തമായ വൈറസ്, അതിശക്തമായ കാലാവസ്ഥാ വ്യതിയാനം, ഇതെല്ലാം വരും. ഇതെല്ലാം നമ്മളെ തകർക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഈ കാലാവസ്ഥ നമ്മൾ നാളിതുവരെ നാം അനുഭവിച്ചിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ അത്രയും നാളിതുവരെ നമ്മൾ ചെയ്തു കൂട്ടിയ, കൃഷിയിലും വ്യവസായത്തിലും ചെയ്തു കൂട്ടിയ പ്രകൃതി വിരുദ്ധ നടപടികളുടെ ആകത്തുകയാണ് ഈ അനുഭവിക്കുന്നത്. കാലാവസ്ഥ തകിടം പറഞ്ഞു. എന്താ ചെയ്യാൻ പറ്റുക? ഒറ്റയടിക്ക്. പ്രധാനമായും കൃഷിയിൽ ഉറച്ചു നിൽക്കണമെന്നവർ, മനുഷ്യർ നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ ജൈവ കൃഷിയിലേക്ക് വരികയും അത് പൂർണ്ണ ജൈവ കൃഷിയാകുകയും ഇനി അതുകൊണ്ട് ജീവിക്കാനാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ വേറൊരു തൊഴിലവസരങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വഴി. വേറെ വരുമാന മാർഗത്തിനുണ്ടാകുകയും ഒപ്പം കൃഷിയും എന്ന നിലപാടിലേക്ക് വരിക. അതോടൊപ്പം കൃഷിയെ ലാഭകരമാക്കാനുള്ള നടപടികളും നമ്മൾ ചെയ്തേ പറ്റും. എന്തായാലും രാസകൃഷിക്ക് അധിക നാൾ മുന്നോട്ട് പോകാനാവില്ല. ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അതും നമ്മളുടെ ശരീരത്തിന് ഇതാകാനാവില്ല. കാരണം ഇന്ന് മനുഷ്യർ നേരിട്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ പ്രധാനം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. എത്രയോ കൊച്ചു കുട്ടികളെ, കൗമാരക്കാരായ കുട്ടികളെ കൊണ്ടാണ് എൻ്റെ അടുക്കൽ അമ്മമാരും അച്ഛന്മാരും വന്നുകൊണ്ടിരിക്കുന്നത്.
ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്ക് മാറിക്കഴിഞ്ഞു. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ പോഷക സമ്പുഷ്ടമായ യാതൊരുവിധ വിഷവുമില്ലാത്ത വിധിച്ച ഭക്ഷണം കഴിച്ചേ മതിയാവൂ. ഇതിനിയും ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്ര സമ്പാദിച്ചാലും എത്ര സ്വരുക്കൂട്ടി വെച്ചാലും അതെല്ലാം വെറുതെ തൂവിപ്പോകത്തുള്ളൂ. യാതൊരുവിധ പ്രയോജനവും ഇല്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. നമ്മുടെ സമ്പത്തുകൾ മുഴുവൻ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. പ്രധാനം കൃഷിയാണെന്ന് കേൾക്കാൻ വീട്ടിലുള്ള സകലരും കൃഷിയിലേക്ക് ഇറങ്ങി. കുഞ്ഞുകുട്ടി പരാധീനമടക്കം നടന്ന് എന്തെങ്കിലും ഒരു പിടി ചാണകമെങ്കിലും വാരി ഏതെങ്കിലും ഒരു ചെടിക്കിടാൻ പ്രാപ്തിയുള്ളവർ അതിലേക്ക് ഇറങ്ങിയേ പറ്റൂ. അതിൽ ശ്രദ്ധിച്ചേ പറ്റൂ, കാര്യമായി ശ്രദ്ധിച്ചേ പറ്റൂ. ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകരുത്. എത്ര നഷ്ടം വന്നാലും ശരി, കഷ്ടം സഹിച്ചാലും ശരി, പൂർണ്ണ ജൈവ കൃഷിയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുക. അതാണ് ഭക്ഷണം. എന്താണ് ഭക്ഷണത്തിന് തൊട്ട് പിന്നിലെ ഭക്ഷണം എന്തായിരുന്നു എന്നാണ് നമ്മൾ മൂന്നാമത് പഠിച്ചത്. ഈ മണ്ണിലിട്ടാൽ മണ്ണിൽ പൊടിഞ്ഞു ചേരുന്ന സകലമാന ജൈവ അവശിഷ്ടങ്ങൾ ഭക്ഷണമാണ്. ഭക്ഷണത്തിന്റെ തൊട്ടു പിന്നിലെ ഭക്ഷണം ഉണ്ടാകാൻ, വിളവുണ്ടാകാൻ നാം ഒന്നേ ചെയ്തേ പറ്റൂ. ഈ ഭക്ഷണത്തിന് തൊട്ടു പിന്നിലെ കരിയിലകൾ, ചപ്പിയോറുകൾ, ഉണക്കപ്പുല്ലുകൾ, പതിര്, ഉമ്മി, പിന്നെ തീപ്പെട്ടി കമ്പനിയിലെ വേസ്റ്റ്, എന്തും മണ്ണിലിട്ടാൽ മണ്ണിൽ പൊടിഞ്ഞു ചേരുന്നത് എന്തും മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുക. അത് വൃത്തികേടാണെന്ന് തോന്നുന്നതാണ് നേരത്തെ പറഞ്ഞാൽ. നമ്മൾ കമ്പോസ്റ്റ് ആക്കാം, കഷ്ണങ്ങളാക്കാം, അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട്. പതുക്കെ നമുക്ക് വരാൻ കഴിയൂ. ഒരു ഗവൺമെന്റ് വരുന്ന പോലെ നമുക്ക് വരാൻ കഴിയില്ല. എന്തായാലും ജൈവ അവശിഷ്ടങ്ങളെ മുഴുവൻ ഒരു 10, 15, 12, 15 ദിവസത്തിനുള്ളിൽ അതൊരു നല്ല വളമാക്കി മാറ്റാനുള്ള ടെക്നോളജികൾ നമ്മൾ വികസിപ്പിക്കും. അത് സ്പീഡിൽ ചെയ്യാൻ വേണ്ടി മെഷീനറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുവരെ ക്ഷമയോടെ എല്ലാവരും അവരവരാൽ കഴിയുന്ന വിധത്തിൽ കമ്പോസ്റ്റ് ആക്കി ചെടിക്ക് പാകത്തിനാക്കി കൊടുക്കണം. തീയിടരുത്, പോലും കത്തരുത് എന്ന് പറയാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. 38 വർഷം, 1, 2 അല്ല. എത്ര പേരത് അനുവർത്തിക്കുന്നുണ്ട്, ചെയ്യാതിരിക്കുന്നു. വളരെ കുറച്ച് പേർക്ക് അതിന്റെ കാര്യം പിടികിട്ടിയുള്ളൂ. തീയിടരുത്, ഒരു കരികില പോലും കത്തരുത്, കത്തിയാൽ പുറത്തേക്ക് വരുന്ന തീ എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ എനർജി. അതൊരു ഊർജമല്ലേ തീ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ഭക്ഷണം. കത്തിച്ചാൽ നമ്മൾ ഭക്ഷണം നഷ്ടപ്പെടുത്തലാണ്. തീയിടരുത്, അത് നമ്മൾ പഠിച്ചതാണ്. തീയിടരുത് എന്നുള്ളത് ഒരിക്കലും തീയിടരുത്, ഒരു സാധനവും തീയിടരുത്. പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്നു. പാരമ്പര്യ കൃഷിയിൽ കുഴി വെട്ടി കുഴിക്കകത്ത് ചപ്പുചവറുകളിട്ട് തീയിട്ടിരുന്നു. തീയിട്ട് കിട്ടിയിരുന്ന ചാറ് നമ്മൾ വളമാക്കി കിട്ടിയിരുന്നു. നാളിതുവരെ 10,000-കണക്കിന് വർഷമായി നമ്മൾ കൃഷിയിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളുടെ അനന്തരഫലമായിട്ടാണ് നമുക്ക് ആവശ്യത്തിന് വിളവുണ്ടാക്കാൻ പറ്റാത്തത്. രാസകൃഷി നമ്മളെ കീഴടക്കിയതിന്റെ കാരണങ്ങൾ ഒന്ന് തീയിടലാണ്. പ്രധാന കാരണം തീയിടലാണ്. കാരണം നമ്മുടെ മണ്ണിന്റെ പുഷ്ടി, കരുത്ത്, ഊർജം മുഴുവൻ ശോഷിച്ചു പോയത് തീയിടലിലൂടെയാണ്. അതുകൊണ്ട് തീ ഇനിയെങ്കിലും ഇടാണ്ടിരിക്കുക. ഗവൺമെന്റ് ആ വഴിക്ക് വന്നിട്ടില്ല, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആ വഴിക്ക് വന്നിട്ടില്ല, വലിയ സംഘടനകൾ ആ വഴിക്ക് വന്നിട്ടില്ല. എന്നാൽ ചെയ്തു നോക്കുന്ന സകല കർഷകർക്കും ബോധ്യം. അതായത് നമ്മുടെ മണ്ണിന് വേണ്ടത് ലിവിങ് കാർബൺ ആണ്, ജീവനുള്ള കാർബൺ ആണ്, കത്തിയ കാർബൺ അല്ല. ചാരം കത്തിത്തീർന്ന കാർബൺ ആണ് ചാരം. നമുക്ക് വേണ്ടത് ജീവനുള്ള ഭക്ഷണമാണ്. അതിൽ വളരേണ്ടത് ജീവനുള്ള ചെടിയാണ്. അതിന് വേണ്ടത് ജീവൻ, ലിവിങ് കാർബൺ എന്ന് പറയും. ഇലകൾ പൊടിഞ്ഞു ചേർന്നുണ്ടാകുന്ന, തടികൾ പൊടിഞ്ഞു ചേർന്നുണ്ടാകുന്ന കാർബൺ. ഇത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്തു കൊള്ളുക. പിന്നെ നമ്മൾ പഠിച്ചത് ഹൈബ്രിഡ് മണ്ണുണ്ടാക്കലാണ്. ഹൈബ്രിഡ് വിത്തല്ല നമുക്ക് വേണ്ടത്, ഹൈബ്രിഡ് മണ്ണാണ്. വിത്ത് ഗുണം 10 ഗുണം തന്നെയാണ്, ആർക്കും ഒരു സംശയവും വേണ്ട. പക്ഷേ ഏത് മണ്ണിൽ എന്നുള്ളത്, ഏത് മണ്ണ്, ആ മണ്ണിൽ ഇടുമ്പോൾ ആ മണ്ണിൽ ആ ചെടി വളരാനും അതിന് കായ്ക്കാനും അനുയോജ്യമായ മണ്ണിൽ ഇട്ടാൽ. ഹൈബ്രിഡ് മണ്ണല്ല വേണ്ടത്, ഹൈബ്രിഡ് മണ്ണുണ്ടാക്കാൻ പഠിക്കുക.
ഹൈബ്രിഡ് മണ്ണുണ്ടാക്കി നമ്മുടെ നാടൻ വിത്തിനങ്ങളെ ഹൈബ്രിഡ് ആക്കി എടുക്കുക. അതാണ് കർഷകൻ ചെയ്യേണ്ട ജോലി. അതായിരുന്നു 10,000-കണക്കിന് വർഷമായി കർഷകർ ചെയ്തിട്ടിരുന്നത്. 10,000-കണക്കിന് വർഷത്തിലൂടെ കർഷകൻ അതായത് ഗ്രേഡ് ചെയ്ത് ബെറ്റർ ആക്കി കൊണ്ടുവന്നിരുന്ന വിത്തിനെ മുഴുവൻ നമ്മൾ തൂത്തെറിഞ്ഞു കഴിഞ്ഞു. തൂത്തെറിയുമ്പോൾ നാടൻ വിത്തല്ല തൂത്തെറിയപ്പെട്ടത്, അതുവരെ ഉണ്ടായിരുന്ന ആ എവല്യൂഷൻ പ്രോസസ്, ആ ഒരു സസ്യത്തിലെ എവല്യൂഷൻ പ്രോസസ് മുഴുവൻ വെള്ളത്തിലായി എന്നുള്ളതാണ്. ഇനി നമുക്ക് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളത്രയും നാടൻ വിത്തിനങ്ങൾ എടുത്ത് അതിനെ ഹൈബ്രിഡ് മണ്ണിലിട്ട് ഹൈബ്രിഡ് വിത്തുണ്ടാക്കി അത് സംരക്ഷിച്ച് കൃഷി കൊണ്ടുപോകണം. കർഷകനാണോ അവൻ വിത്ത് സംരക്ഷിച്ചിരിക്കുന്നത്? വിത്ത് സംരക്ഷിക്കാത്ത കർഷകന്റെ ഗണത്തിലായി പെടുത്താൻ നമുക്കാവില്ല. എല്ലാ വിത്തുകളും കേടുകൂടാതെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി ഏതെങ്കിലും ഒരു വിത്ത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയാൽ ഈ വിത്ത് നിലനിർത്തിയിട്ടുള്ള കർഷകന്റെ അടുക്കൽ നിന്ന് വീണ്ടും കൊണ്ടുവന്ന് നമ്മുടെ മണ്ണിൽ നിലനിർത്താനുള്ള നടപടി നമ്മൾ എടുത്തു പോകേണ്ടതുണ്ട്. ഹൈബ്രിഡ് മണ്ണുണ്ടാക്കാനുള്ള വിദ്യ പഠിച്ചതാണ്. ദി മോർ ഡൈവേഴ്സ് ദി മോർ സസ്റ്റൈനബിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. അതായത് വൈവിധ്യമാർന്ന സസ്യജാലങ്ങളുടെ ഇലയും വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ ഉച്ഛിഷ്ടങ്ങൾ, വൈവിധ്യമാർന്ന പിണ്ണാക്കുകളും എല്ലാം ചേർന്ന് വരുന്നവർ. എത്രമാത്രം വൈവിധ്യം കൂടുന്നോ അത്രമാത്രം വൈവിധ്യമാർന്ന മണ്ണ് ഹൈബ്രിഡ് നമുക്കുണ്ടാക്കാം. ഇതും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ചെയ്യാവുന്ന കാര്യമുള്ളൂ, ചെയ്തു നോക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു മണ്ണ് ഞാനിപ്പോ എന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടിരിക്കുന്നത്, വെണ്ടയ്ക്കൊരു മണ്ണ് കണ്ടുപിടിക്കുകയും ഇപ്പൊ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് വെണ്ടയ്ക്കൊരു മണ്ണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 5-6 കിലോ വീതമുള്ള പാക്കറ്റിലാക്കി ആ മണ്ണ് പറയണ വിലയ്ക്ക് വിൽക്കാം. ആ മണ്ണ് ഒരാൾ കൊണ്ടുപോയാൽ ഒരു ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞാല് അതിന് വിത്തിട്ട് കഴിഞ്ഞാൽ അതിന് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഭയങ്കരമായ സ്കോപ്പുള്ള ഒരു ബിസിനസ് ഫീൽഡാണത്. അതായത് വെണ്ടയുടെ മണ്ണ്, വഴുതനയുടെ മണ്ണ്, ചീരയുടെ മണ്ണ്, തക്കാളിയുടെ മണ്ണ്, കാബേജ്, കോളിഫ്ലവറിന്റെ മണ്ണ്, കാരറ്റിന് മണ്ണ്, ഇങ്ങനെ ഓരോന്നിനുമുള്ള മണ്ണ്. ഇവിടെയാണ് ജൈവ കർഷകൻ വരുമാനം ഉണ്ടാക്കേണ്ടത്. ജൈവ കർഷകൻ വരുമാനം ഉണ്ടാക്കേണ്ടത് അല്ലാതെ വിളവ് വിറ്റിട്ടല്ല. വിളവ് വിറ്റ് നമ്മൾ കാശുണ്ടാക്കേണ്ടതിന് പരിമിതികളുണ്ട്. എന്നാൽ നിങ്ങളൊരു മണ്ണുണ്ടാക്കി അത് ഹിറ്റായാൽ, ഇപ്പൊ വെണ്ടയുടെ മണ്ണുണ്ടാക്കി ആരാ മണ്ണിൽ വെണ്ട വിത്തിട്ടാലും അത് നല്ല വിത്തിട്ടാൽ അതിൽ ആവശ്യത്തിന് വിളവ് കിട്ടുമെങ്കിൽ, അതിന് കീടരോഗബാധ ഏക്കാതെ അത് വളരുമെങ്കിൽ ആ മണ്ണിന് എന്നും പ്രിയമുണ്ടാവും. എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, കാടിന്റെ ഓരങ്ങളിൽ താമസിക്കുന്ന എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജൈവ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അവര് ഇതിനു വേണ്ടി, ഇതിന്റെ പ്രൊഡക്റ്റ് ഇറങ്ങാൻ വേണ്ടി മുന്നിട്ടിറങ്ങണം. അതിന് നമുക്ക് സഹായിക്കാൻ പറ്റും. എങ്ങനെ അത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ആദ്യം ഒരാള് ഒരു വഴുതനയുടെ മണ്ണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെണ്ടയുടെ മണ്ണ് കണ്ടുപിടിക്കുക, തക്കാളിയുടെ, കാബേജിന്റെ ഒക്കെ മണ്ണ് കണ്ടുപിടിക്കുക. ഒരു കാബേജിന്റെ, കോളിഫ്ലവറിന്റെ, കാരറ്റിന്റെ, ബീട്രൂട്ടിന്റെ ഒക്കെ മണ്ണ് കണ്ടുപിടിക്കാമെങ്കിൽ അതിന് ഈ ടെറസ് ഫാമിങ്ങുകാരെല്ലാരും പറയണ കാശ് തന്നു വേണം. അപ്പൊ കാബേജ്, കോളിഫ്ലവർ, ബീട്രൂട്ട് ഇതുപോലെയുള്ളത് അതിന്റെ pH 8.5 അറിയുക. 8.5. അപ്പൊ നമ്മുടെ മണ്ണിന്റെ pH എത്രയായിരിക്കണം? 8.5 ആയിരിക്കണം. അതിന്റെ കാർബൺ കണ്ടന്റ് ഒരു 6% വരണം. 6% മേൽ കാർബൺ കണ്ടന്റ് വരുന്ന എല്ലാവിധ പിണ്ണാക്കുകളും ചേർത്ത്, വേണ്ടി വന്നാൽ കടൽ വെള്ളവും കടൽ കക്കാപ്പൊടിയും കടൽപ്പായലും കടൽ ചെളിയും കടൽ മീനിന്റെ വേസ്റ്റും ഒക്കെ ചേർത്തിട്ട്, ഇതെല്ലാം ഇന്ന് മാർക്കറ്റിൽ വളമായിട്ട് കിട്ടും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കാബേജിന്, കോളിഫ്ലവറിന്, കാരറ്റിന്, ബീട്രൂട്ടിന്, ഈ 4നും ഒരു ടെറസ് ഫാമിംഗുകാർക്ക് നടക്കാൻ 5 കിലോ 6 കിലോ മണ്ണ് ഒരു പാക്കറ്റിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയായിട്ട് അതിനെ കാണും. അപ്പൊ കരിയില, കാടിൻ പറമ്പിലാണെങ്കിൽ വൈവിധ്യമാർന്ന കരിയില നമുക്ക് കിട്ടും. വൈവിധ്യമാർന്ന നല്ല ഉറഞ്ഞ തടി കഷ്ണങ്ങളെല്ലാം കിട്ടും ഒരു കാടിന്റെ ഓരത്താണെങ്കിൽ. അപ്പൊ അത് ശേഖരിച്ചു വെച്ചിട്ട് ഒരു മണ്ണുണ്ടാക്കാനുള്ള പദ്ധതി ആരാലോചിച്ചാലും അതിനോട് നമ്മൾ സഹകരിക്കും. അതിന് വേണ്ട ഗൈഡ് ലൈൻസ് തരും. നമ്മുടെ 1-ാം തരം സോയിൽ സയന്റിസ്റ്റ് ഉണ്ട്.
ജി റേ എന്ന് പറയുന്ന ഒരു ഒന്നാം തരം സോയിൽ സയന്റിസ്റ്റ് നമുക്കുണ്ട്. ആരെങ്കിലും അതൊരു ബിസിനസ് ഫീൽഡായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു പ്രോഗ്രാം തയ്യാറാക്കി, ഒരു പഠനം തയ്യാറാക്കി, അത് ഡോക്യുമെന്റ് ചെയ്യാനൊക്കെ തയ്യാറുള്ള ഏതെങ്കിലും ഒരു കൃഷിയോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കതൊരു നല്ലൊരു സ്റ്റഡി ഇതായിട്ട് എടുക്കാം. ഏതായാലും ഈ 4 ഏതാണ്ട് ഒരേ തരം മണ്ണ് മതിയാണ്. കാരറ്റ്, കാബേജ്, കോളിഫ്ലവർ, പിന്നെ ബീട്രൂട്ട്, ഈ മാതിരി സാധനം. അപ്പൊ അതിനെപ്പറ്റി എല്ലാവരും ഒന്ന് ആലോചിച്ചോളുക. മറ്റത് രോഗത്തെ പറ്റിയാണ്, ചെടികളുടെ രോഗത്തെ പറ്റിയാണ്. ഇതിന് കീടനാശിനി തളിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് തളിച്ച് മാറ്റാമെന്ന് കരുതണം. കാരണം നമ്മളിപ്പോ ശരീരത്തിന്റെ കാര്യത്തിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ശരീരത്തിന് 1000കണക്കിന് രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ മരുന്ന് കൊടുത്തിട്ട് മാറണുണ്ടോ? എവിടെയെങ്കിലും ആർക്കെങ്കിലും മാറണുണ്ടോ? ഏതെല്ലാം മരുന്നുകൾ കഴിക്കുന്നു, താൽക്കാലത്തേക്ക് അതൊന്ന് ശമിച്ച് നിൽക്കും, വീണ്ടും അതിനേക്കാൾ കടുത്ത് വന്നിട്ടിരിക്കുകയും. മറ്റൊന്നിനെ പറ്റി മണ്ണിലെ രോഗങ്ങൾ, മണ്ണിലുണ്ടാകുന്ന സസ്യങ്ങളുടെ രോഗത്തിനെ പറ്റിയോ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന രോഗത്തെ പറ്റിയോ ചിന്തിക്കാതെ മണ്ണിന്റെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുക, മനുഷ്യന്റെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുക. രോഗം ഒരുപാട് വരും, ഒരുപാട് കീടനാശിനികളും ഫംഗിസൈഡുകളും എല്ലാം വരും. ഇതിന് ആവശ്യമില്ല. ആരോഗ്യമുള്ള മണ്ണ്, അതാണ് ഒരു ചെടിക്ക് ആരോഗ്യമുള്ള മണ്ണുണ്ടാക്കാനുള്ള വിദ്യ പഠിക്കുക. അത് മതി. രോഗമോ കീടമോ അതിന്റെ ആക്രമണങ്ങൾ കുറയുന്നത് കാണാം. ഇത് നമുക്കൊരു അത്ഭുതമായിരിക്കും. നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അത്ഭുതമായിരിക്കും. ഞാൻ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അകത്തിയുടെ കൃഷി. അകത്തിയുടെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആര് നട്ടാലും ഒറ്റ ദിവസം കൊണ്ട് ആ ചെടിയുടെ ഇല മുഴുവൻ വളർത്തിക്കൊണ്ടുവരാൻ പ്രയാസമാണ്. ഒരു 3 അടി വരെ വളർത്തിക്കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. എന്നാൽ അതിലെ മണ്ണിൽ നമ്മളിപ്പോ ചേർത്തിട്ടുള്ള pH ബൂസ്റ്ററും അതുപോലെ തന്നെ വേറെയും കടൽ കക്കാപ്പൊടി കിട്ടും, കായൽ കക്കാപ്പൊടി കിട്ടും. ഇതെല്ലാം കൂടി ഇട്ട് മണ്ണിന്റെ pH ഹൈ pH 7-7.5 മേൽ നിലനിർത്തിക്കൊണ്ട് 7-8 വേണേലാക്കിക്കോ. പക്ഷേ ഇതിനകത്ത് കടൽ പായൽ വേണം, കടൽ കക്കാപ്പൊടി വേണം, കടൽ പായൽ വേണം, കടൽ മീനിന്റെ വേസ്റ്റ് വേണം. പറ്റുമെങ്കിൽ കടൽ വെള്ളം 1 ലിറ്റർ എടുത്ത് 30 ലിറ്റർ നല്ല വെള്ളത്തിൽ ചേർത്ത് 1 ലിറ്റർ കൂടി ഒഴിച്ച് ഉണ്ടാക്കിയ തടത്തിൽ ഒന്ന് അകത്തി നട്ടു നോക്ക്. ഒരു 10 അടി മാറി ഇതൊന്നും ചെയ്യാത്ത തടത്തിൽ നട്ടു. ഇതിലേത് ചെടി കീടം കുത്തി മറിച്ച് തീർത്ത് കളയണമെന്ന് കാണാൻ പറ്റും. ഓരോരുത്തരും ചെയ്തു നോക്ക്. രണ്ട് അകത്തി എന്ന് പറയുന്ന സാധനം മേടിച്ചിട്ട് 2 ഇടങ്ങളിൽ ഒരിടത്ത് ഈ പറയുന്നതെല്ലാം ഇട്ടിട്ട് അകത്തി വളർത്തുക, മറ്റിടത്ത് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഏത് അകത്തിയായിരിക്കും വളർന്നു വരുന്നത് കാണാം. അതിനകത്ത് ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് അകത്തിയില് അയഡിൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ട്രേസ് എലമെന്റ് ഉള്ള ചെടിയാണ് അകത്തി. ഈ അകത്തി വളരണം എന്നുണ്ടെങ്കിൽ മണ്ണിൽ ആ ട്രേസ് എലമെന്റ് ഉണ്ടായിരിക്കണം. ആ മണ്ണിൽ അയഡിൻ ഇല്ലാതായിരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അയഡിൻ ഉത്പാദിപ്പിക്കേണ്ട ചെടിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് രോഗം, അതാണ് കീടം. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ജീവികൾ വന്ന് കുത്തിമറിക്കുകയല്ല, രോഗം വരികയല്ല. നമ്മുടെ ശരീരത്തിലെ രോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അത് സന്തുലിതമായി നിർത്താൻ നമുക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ മാലിന്യങ്ങളെ നമ്മൾ വെളിയിൽ കളയാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. നമ്മൾക്ക് പോകേണ്ട പോഷണങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ വന്ന് വൈറസ് വന്ന് നമുക്കിട്ട് ഒരു ചുക്കും ചെയ്യില്ല. നമ്മൾ വിചാരിച്ചു 2 വർഷം നമ്മൾ പെരക്കാത്തിരുന്നു, കോവിഡ് വൈറസ് വന്ന് പെരക്കാത്തിരുന്നു, കുറെ എണ്ണം ചത്തു മാറി, എന്നാലും നമ്മൾ രക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുന്നു. ഇനി വരാൻ പോകുന്ന വൈറസ് എന്തായിരിക്കും ചെയ്യുക? അതിനുള്ളിൽ നമ്മളുടെ മണ്ണ് കരുത്തുറ്റതാക്കണം. ഒരു വൈറസ് രോഗവും വരാത്ത മണ്ണിൽ വളരുന്ന ഭക്ഷണം, ഒരു രോഗവും വളരാത്ത മണ്ണിൽ വളരുന്ന ഭക്ഷണം, എല്ലാ കീടങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ള മണ്ണിൽ വളരുന്ന ഭക്ഷണം, ഇതേ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റൂ. ഒരു മരുന്നിനും പറ്റില്ല, ഒരു മരുന്നിനും ഒരു മന്ത്രത്തിനും നടക്കില്ലാത്ത കാര്യമാണ്. നമ്മൾ നല്ല മണ്ണ്, അതാണ് ആരോഗ്യമുള്ള മണ്ണ്. അതിൽ ആരോഗ്യത്തെ വളരുന്ന സസ്യം, അതിലെ പോഷക സമ്പുഷ്ടമായ മണ്ണ്.
ആരോഗ്യവും മണ്ണിന്റെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും തമ്മിൽ നേർബന്ധമാണുള്ളത്, നേർബന്ധം. അപ്പൊ ആ മണ്ണിന്റെ ആരോഗ്യം വീണ്ടെടുക്കാതെ മനുഷ്യന്റെ ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി 14 നിലയും 40 നിലയുള്ള ആശുപത്രികൾ പണിത് വെച്ചിട്ട് എന്താ പ്രയോജനം? നടക്കില്ലാത്ത കാര്യമാണ്. ഇതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ആന്റിബയോട്ടിക്കിന് ഒരു പരിമിതിയുണ്ട്, കെമിക്കൽ മെഡിസിൻ ഒരു പരിമിതിയുണ്ട്, ആയുർവേദ മരുന്നുകൾക്ക് ഒരു പരിമിതിയുണ്ട്, ഹോമിയോ മരുന്നുകൾക്ക് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ശരിയാണ്, കുറെ മരുന്നുകൾ കഴിച്ചല്ലേ നമ്മൾ ഇത്രയും നാൾ വന്നത്, ശരിയാണ്. പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല എന്നറിയില്ല. നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. മാറാനുള്ള മനസ്സ് ഉണ്ടായി. അല്ലാതെ ഇതൊരു സുപ്രഭാതത്തിൽ ചെയ്യാൻ പറ്റുമെന്നൊന്നും ആരും കരുതല്ല. ഇനി ഏലം മേഖലയിൽ കൃഷി ചെയ്യുന്നവര്, ഏലം എന്ന് പറയുന്ന സാധനം, ഇനി പുറത്തേക്ക് പോകുന്ന ഏലം, കുരുമുളക് പോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇനി ഇത്തിരി കഴിഞ്ഞാൽ ഒരു അല്പം രാസവളമോ കീടനാശിനിയോ തളിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഡിവൈസ് അവരുടെ കയ്യിലായി കഴിഞ്ഞു. ഇത് വിദേശ മാർക്കറ്റിനെ ആശ്രയിച്ച് മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. വിദേശ മാർക്കറ്റിനെ ആശ്രയിച്ചില്ലെങ്കിൽ ഇവിടെ ഒരിക്കലും വില കിട്ടാൻ പോകില്ല. ചെടി പറിച്ചു കളയേണ്ടി വരും. വിദേശ മാർക്കറ്റിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് കീടനാശിനിയുടെ ഒരു അംശമുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യും. എന്താണ് ഒറ്റ സുപ്രഭാതത്തിൽ ചെന്ന് ഏലം കൃഷി ജൈവാക്കാൻ പറ്റുമോ? ഇന്നേ തുടങ്ങിയേ പറ്റൂ. ഇന്നേ തുടങ്ങണം. തുടങ്ങിയാൽ ജൈവ രീതിയിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. ജൈവ രീതിയിൽ ചെയ്യുന്ന കൊച്ചു കൊച്ചു കർഷകർ ഒരുപാട് പേരുണ്ട് ഏലം മേഖലയിൽ. അവരുടെ വീട്ടിൽ പോയി അവരെങ്ങനെയാണ് ചെയ്യണമെന്ന് പഠിക്കുക, എന്നിട്ട് നമ്മൾ ചെയ്യുക. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് ചെയ്യുക. അത് രോഗം, കീടം എന്ന് പറയുന്ന ഒരു ജീവി, ശരിയാണ്. കീടം, ഒരുപാട് ജീവികൾ വരും. ആ ജീവികളെ അകറ്റാനുള്ള വഴി നോക്കുക, കൊല്ലാനുള്ള വഴി നോക്കരുത്. കൊല്ലാനുള്ള വഴി നോക്കിയാൽ പ്രകൃതി നമ്മളെ കൊല്ലും. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഈ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് മുതൽ ആന വരെയുള്ള ജീവജാലങ്ങൾ മുഴുവൻ നമ്മൾ ഉൾപ്പെടെ നമ്മളെല്ലാവരുടെയും, അതായത് നമ്മുടെ എല്ലാവരുടെയും ആദി മാതാവും ആദി പിതാവും ഉണ്ട്. ആദി മാതാവുണ്ട്, ആദി പിതാവുണ്ട്. നമ്മുടെ അമ്മമാർ, അവരുടെ അമ്മമാർ, അവരുടെ പിന്നോക്കം പോയി കഴിഞ്ഞാൽ ഇത് ചെന്ന് ചേരുന്ന ഒരിടമുണ്ട്. ഈ ആദി മാതാവിന്റെയും ആദി പിതാവിന്റെയും മക്കളാണ് ഈ ഭൂമിയിലെ സകല കീടങ്ങൾ എന്ന് വിളിക്കുന്ന സകല ജീവജാലങ്ങൾ. വൈറസ് മുതൽ ആന വരെയുള്ള ജീവജാലങ്ങൾ നമ്മുടെ തന്നെ ആദി മാതാവിന്റെയും ആദി പിതാവിന്റെയും മക്കളാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യരും ആദി മാതാവിന്റെയും ആദി പിതാവിന്റെയും മക്കളാണ് എന്ന് പറഞ്ഞാൽ ഈ ജീവജാലങ്ങളും മനുഷ്യരും എല്ലാവരും സഹോദരന്മാരാണ്. ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കാതെ ഈ ജീവജാലങ്ങൾ മുഴുവൻ നമ്മുടെ ശത്രുക്കളാണ് എന്ന് വിചാരിച്ച് അവരെ കൊല്ലാനുള്ള മരുന്നടിച്ച് നമ്മൾ തന്നെ നശിച്ചു വരും. കഴിഞ്ഞ ദിവസം കൂടി ഒരു കുടുംബം വീട്ടിൽ വന്നു. അവര് ലിവർ സിറോസിസ് ആയിട്ട് വന്നതാണ്. ലിവർ സിറോസിസ്. ഉറുമ്പുപൊടി ഉണ്ടോ? ഉണ്ട്. വീടിനകത്ത് ഇടുവരും ഉറുമ്പുപൊടി. പാറ്റാച്ചോക്ക് ഉണ്ടോ? ഉണ്ട്. ഹിറ്റ് ഉണ്ടോ? ഉണ്ട്. ലിവർ സിറോസിസ് ആയി. അമ്മയെ കൊണ്ട് വന്ന മകനാണ്. അമ്മയ്ക്ക് ലിവർ സിറോസിസ് ഗ്രേഡ് 2. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള സകലർക്കും ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ വരും. അപ്പൊ പറയണ മകന് ഫാറ്റി ലിവർ ഗ്രേഡ് 1, അമ്മയ്ക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് 2. അടുത്ത സ്റ്റേജിൽ ലിവർ സിറോസിസ്. ഇത് ഈ സാധനമാണെന്ന് പറഞ്ഞപ്പോൾ അവർ അന്തം വിട്ടിരിക്കുക. പരസ്യം കണ്ട് പാറ്റയെ കൊല്ലാനും ഉറുമ്പിനെ കൊല്ലാനും ഒക്കെ ആയിട്ട് നമ്മൾ വീടിനകത്ത് കയറ്റി തളിക്കുന്ന സാധനങ്ങൾ മുഴുവൻ നമ്മളെ കൊല്ലും. യാതൊരു സംശയവും ആർക്കും വേണ്ട. ഇനി പൂപ്പലെ വിട, പായലെ വിട, ഫംഗസിന്, അതായത് പൂപ്പല്, ചെറിയ സസ്യത്തിലെ കൊല്ലാൻ അടിക്കുന്ന പൂപ്പലെ വിട, പായലെ വിട, അത് നമ്മളെ കൊല്ലും. അത് അടിച്ചിട്ട് പെരക്കാത്ത ജെല്ലും മാതിലും അടച്ചു കയറി കിടന്നുറങ്ങിയാൽ അത് ലിവർ സിറോസിസ് വരും. അങ്ങനെയാണെങ്കിൽ പൂപ്പലിനെ കൊല്ലുന്ന പെയിന്റ് അടിച്ചാൽ നമ്മൾ ലിവർ സിറോസിസ് വരുമെങ്കിൽ കളനാശിനി അടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതായത് സസ്യങ്ങളിൽ വെച്ച് ഏറ്റവും അശുവായ ചെറിയ
പൂപ്പലിനെ കൊല്ലുന്ന അടിച്ചെന്ന കളനാശിനികൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കളനാശിനിക്ക് തുല്യമാണ് ആ പെയിന്റ്. കളനാശിനി വലിയ ചെടികൾക്ക് നമ്മൾ അടിച്ച് കൊന്നിട്ട് കൂലി ചെലവ് കുറക്കാനാണ് അത്രയും. കൂലി ചെലവ് ചെയ്യണ്ടെന്ന് വെക്കുക. കൃഷി ചെയ്യാൻ തയ്യാറാവണമെങ്കിൽ മെനക്കെട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക. അല്ലെ, ലാഭം ഉണ്ടാക്കാനുള്ള ഒരുപാട് മേഖല, തൊഴിൽ മേഖല നമുക്കുണ്ട്. ആ മേഖല തെരഞ്ഞെടുത്ത് അതിലേക്ക് പോണം. അല്ലെങ്കിൽ ഒന്നുകിൽ കൃഷി നേരായ വഴിക്ക് എത്തിക്കാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം. കാരണം വേറെ ആരുമില്ല, നമുക്ക് ഗവൺമെന്റ് ഇല്ല, ശാസ്ത്രജ്ഞന്മാരില്ല. അപ്പൊ കർഷകർ ഇത് തുനിഞ്ഞിറങ്ങി. ഇവിടെ എനിക്ക് 10-38 വർഷമായിട്ട് അറിയാം. ഈ 38 വർഷമായി ജൈവ കൃഷിയിലേക്ക് വന്നത് ശാസ്ത്ര ലോകത്തിന്റെ ഇടപെടൽ കൊണ്ടല്ല, ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ടല്ല. മനുഷ്യര് നല്ല മനുഷ്യരായതുകൊണ്ട്, നല്ല മനസ്സുള്ളത് കൊണ്ട് വിഷമിടാത്തത് ചെയ്യണമെന്നുള്ള സ്വന്തം താല്പര്യത്തിന്റെ പുറത്ത് വന്നവരാണ്. അവരൊരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ട് തന്നെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയും കുറച്ചു കാലം കൂടി അത് പിടിച്ചു നിൽക്കും. കുറച്ചു കാലം കൂടി. ആ കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റും വന്നില്ലെങ്കിലും, ഒരു ശാസ്ത്രജ്ഞൻ വന്നില്ലെങ്കിലും, ജൈവ കൃഷിയിൽ നിൽക്കുന്ന സകല മനുഷ്യരെയും അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കും, നടപ്പിലാക്കും. നമ്മൾ ഒരു ചെറിയ രീതിയിൽ നടപ്പിലാക്കുമ്പോൾ ഗവൺമെന്റ് വരും, അല്ലെങ്കിൽ ഗവൺമെന്റിനെ വരുത്തും. കാരണം ജൈവ കൃഷിയെ എതിർത്തതാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഗവൺമെന്റ് എതിർത്തതാണ്, ഡിപ്പാർട്ട്മെന്റ് എതിർത്തതാണ്. ഇന്ന് ജൈവ കൃഷിയുടെ കോഴ്സ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തേണ്ടി വന്നിട്ടുണ്ട്. അത് ഗുണപ്രദമാകുമെന്ന് ആരും കരുതണ്ട. കാരണം അവരെടുത്തിരിക്കുന്ന സയൻസ് വേറെയാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ജൈവ കൃഷി എടുത്തിരിക്കുന്ന സയൻസ് ഇക്കോളജിയാണ്. ആധുനിക കൃഷിശാസ്ത്രം, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം എടുത്ത് ജൈവ കൃഷി പഠിപ്പിക്കാനുള്ള അറിവേ ഇല്ല. പിന്നെ അവർ ജൈവ കൃഷി പഠിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും ചെയ്യുക? ആ സാധനം അവർക്ക് അറിയില്ല, സാധനം എന്നാണെന്ന് അറിയില്ല. ആ സയൻസ് അല്ല അവർ പഠിച്ചത്. അവർ ജൈവ കൃഷി പഠിപ്പിക്കുന്നത് ബോട്ടണി, ബയോളജി, സയൻസുകളാണ്. കൃഷിക്ക് വേണ്ടത് ഇക്കോളജിയാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടെ കഴിവ് ഡെവലപ്പ് ചെയ്ത് അവരുടെ ബുദ്ധി വികസിപ്പിക്കാനുള്ള ഏറ്റവും ഒരു അനുയോജ്യമായ പദ്ധതി കൃഷിയാണെന്ന് അറിയുക. നിങ്ങൾ മനസ്സ് വെച്ചാൽ, മണ്ണിൽ കൈകൾ കൊണ്ട് ചലിച്ചാൽ, നിങ്ങൾ മനസ്സ് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ രൂപപ്പെട്ടു വരും. അത് പ്രകൃതിയുടെ നിയമമാണ്. മണ്ണുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ അത് വികസിക്കൂ. ഇന്നത്തെ കർഷകന്റെ മക്കൾ, ഇന്നലത്തെ കർഷകന്റെ മക്കളാണ് ഇന്ന് ലോകത്ത് മുഴുവൻ പോയി നല്ല വരുമാനം ഉണ്ടാക്കുന്ന തൊഴിൽക്കാരെ ഇരിക്കുന്നത്. അവരാരും തന്നെ കൃഷി മറന്നു പോകരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് ആണ്ടിൽ കുറച്ച് ദിവസമെങ്കിലും, കുറച്ച് മണിക്കൂറെങ്കിലും, എല്ലാ ദിവസവും 10-15 മിനിറ്റ് എങ്കിലും അവർ കൃഷിയിൽ നിന്നില്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം കൊണ്ട് നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന നമ്മുടെ ബുദ്ധി വികാസം ബ്ലോക്കായി പോകും, ബ്രേക്ക് ചെയ്തു പോകും. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടില് കാശുള്ളവരുടെ വീട്ടില്, നല്ല സാമ്പത്തികമുള്ളവരുടെ വീട്ടില്, നല്ല ലക്ഷപ്രഭുക്കളുടെ വീട്ടിലെ മക്കൾ വെറും പച്ചക്കറികളാണ്. പച്ചക്കറികൾ, ഒന്നിനും കൊള്ളാത്ത മക്കൾ. നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സർവേ എടുത്തോളൂ. അവര് നല്ല കാറിലായിരിക്കും നടക്കുന്നത്, നല്ല വീട്ടിലായിരിക്കും താമസിക്കുന്നത്, എല്ലാം ശരിയാണ്. ഒരു കർഷകന്റെ, നല്ല കർഷകന്റെ മക്കളുടെ 7 അയലത്ത് തരാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. ഞാനിത് നിരീക്ഷിച്ചിട്ടിരിക്കുന്ന ആളല്ലേ, വളരെ വ്യക്തമായിട്ട് നിരീക്ഷിച്ചിട്ടിരിക്കുന്ന ആളാണ്. കർഷകന് മാത്രമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതുകൊണ്ട് എല്ലാവരും കൃഷിയിൽ തന്നെ തളച്ചിടാനല്ല, പക്ഷേ എല്ലാവരും കൃഷിയിൽ ഇറങ്ങിയിരിക്കണം. എത്ര ഉന്നത ബിരുദം IT മേഖലയില് ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന, മന്ത്ലി ശമ്പളം മേടിക്കുന്ന മക്കളാണെങ്കിൽ, ആ മക്കളുടെ കർഷകന്റെ മക്കളാണെങ്കിൽ അവരെ പറഞ്ഞ് അരമണിക്കൂറെങ്കിലും അവര് ദിവസവും മണ്ണും ചെടികളുമായിട്ട് ബന്ധം നിലനിർത്താനുള്ള നടപടികൾ നമ്മൾ എടുത്താൽ അവരുടെ മക്കൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ അവരുടെ മക്കൾ രക്ഷപ്പെടുമെന്ന് കരുതണം. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമുക്ക് പിന്നെ കളകളുടെ കാര്യം പഠിച്ചു. കളകളുടെ കാര്യം ഇത് തന്നെ. കളകൾ, നമ്മളുടെയൊക്കെ ധാരണ കളകൾ കളയാനുള്ളതാണ് എന്നതായിരുന്നു. കളകൾ കളയാനുള്ളതല്ല. കളക്കൊരു ധർമ്മം നിലവേറ്റാനുണ്ട്. സോയിൽ ബാലൻസിങ് ഏജന്റ് ആണത്.
ഈ സോയിൽ ബാലൻസിങ് ഒരു ടെക്നോളജിക്കും പറ്റില്ല. ഒരു കള ചെയ്യുന്ന ജോലി ചെയ്യാൻ ഇന്ന് നിലവിലുള്ള ഇസ്രായേൽ ടെക്നോളജിക്ക് പോലും പറ്റില്ല. കളക്കേ അത് പറ്റൂ. അതുകൊണ്ട് കളകളെ തീർത്ഥം കളയാനല്ല, കളകളെ നിയന്ത്രിക്കാനുള്ള വഴികൾ പഠിക്കുക എന്നാണ് നമ്മളുടെ നിലപാട്. കളകളെ വെട്ടി നിയന്ത്രിക്കുക, ചെടികളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവയെ മാത്രം വേരോടെ പിഴുതെടുത്ത് അവിടെ തന്നെ ഇടുക. കളകൾ എവിടുന്നാണോ പറിക്കുന്നത്, എവിടുന്നാണോ വെട്ടിയിടുന്നത് അവിടെ തന്നെ ഇടണം. കാരണം ആ കളയുടെ ധർമ്മം നിറവേറ്റാൻ ആ കളയുടെ ജൈവ ശരീരത്തിന് മാത്രമേ പറ്റൂ. അത് മുഴുവൻ മണ്ണിൽ അലിഞ്ഞു ചേരണം. ഇത്തരം കാര്യങ്ങളാണ് കളകളെ സംബന്ധിച്ച്. കളകൾ വിത്തുകളുടെ പരിണാമം പറഞ്ഞു. വിത്തുകളുടെ പരിണാമം ഉണ്ടാക്കി വിത്തുകൾ മുഴുവൻ സംരക്ഷിച്ചേ പറ്റൂ. വിത്ത് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അടിമകളാക്കപ്പെടുക തന്നെ ചെയ്യും. ഏതെങ്കിലും രാജ്യത്തിന്റെ അടിമകൾ. ഏത് രാജ്യമാണെന്ന് നമുക്കിപ്പോ പറയണ്ട. അവരവർക്ക് വേണ്ട വിത്തുകൾ അവരവര് സംരക്ഷിച്ചേ പറ്റൂ. ഒരു പ്രദേശം, ഇപ്പൊ ഒരു പഞ്ചായത്തിൽ വേണ്ട വിത്തുകൾ ആ പഞ്ചായത്തിൽ തന്നെ സംരക്ഷിക്കണം. ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ആ പഞ്ചായത്തിൽ വേണ്ട വിത്തുകൾ മുഴുവൻ ആ പഞ്ചായത്തിൽ തന്നെ കൃഷി ചെയ്ത കർഷകന്റെ നിന്ന് സ്വരൂപിച്ച് ആ നാട്ടിലെ ആ പഞ്ചായത്തിലെ കർഷകർക്ക് കൊടുക്കണം. ആ ഒരു പഞ്ചായത്തിൽ നെൽകൃഷി ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ തന്നെ നെൽകൃഷിയുടെ വിത്തുകൾ ഉണ്ടാക്കി ആ പഞ്ചായത്തിൽ സമർപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. വിത്തുകൾ നമ്മൾ വിത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത എത്തിയേ പറ്റൂ. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ വിത്തിന്റെ കാര്യത്തിൽ ഇന്നും നമ്മള് ഇപ്പൊ ഇവിടെ നല്ലോണം പച്ചക്കറി ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട് ചേർത്തലയില്. ഇവരെല്ലാവരും തന്നെ ഹൈബ്രിഡ് വിത്ത് ബോംബെയിൽ നിന്നും ഒരു 100 ഗ്രാമിന് 1000കണക്കിന് രൂപ കൊടുത്താണ് വാങ്ങണേ. ഇങ്ങനെ പോയാൽ എങ്ങോട്ടായിരിക്കും പോവുക? വിത്തുകളുടെ പരിണാമം സംഭവിപ്പിച്ച് നമ്മൾ തന്നെ, അതായത് ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങിക്കൊള്ളുക എല്ലാവരും. പക്ഷേ ചേർത്തലയിലെ സുബകേശനെ പോലെ അതിൽ നിന്നും ഒരു കഞ്ഞിക്കുഴി പയറുണ്ടാക്കണം. കഞ്ഞിക്കുഴി പയറുണ്ടാക്കിയത് സുബകേശനാണ്. ഒരു ഹൈബ്രിഡ് വിത്തിൽ നിന്നും നാടൻ വിത്തും കൂടി സംയോജിപ്പിച്ച് എടുത്തതാണ്. ഇതാണ് നമ്മളുടെ വഴി. സുബകേശൻ ചെയ്തതാണ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ചെയ്തതല്ല നമ്മളുടെ വഴി. 7ാം ക്ലാസ് 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത സുബകേശൻ എന്ന് പറഞ്ഞ കർഷകൻ ഒരു ഹൈബ്രിഡ് വിത്തിൽ നിന്നും നല്ലൊരു 1 മീറ്റർ നീളമുള്ള പയറുണ്ടാക്കി. കാണാൻ അതിമനോഹരമായ വിത്ത്. സ്വാദിന്റെ കാര്യത്തിൽ നമ്മുടെ 18 മണിയൻ പയറിന്റെ 7 അയലത്ത് വരില്ല. എന്നാൽ സ്വാദിന്റെ കാര്യത്തിൽ 18 മണിയൻ പയറിന് തത്തുല്യമായ ഈ പയറാക്കി മാറ്റാൻ കഞ്ഞിക്കുഴി പയറിനെ മാറ്റിയെടുക്കാൻ സുബകേശന് കഴിയും. സുബകേശന് വേണ്ട രീതിയിലുള്ള ഒരു ഗൈഡൻസ് കൊടുത്താൽ മതി. അതായത് നമ്മുടെ 18 മണിയൻ പയറും ഇപ്പോഴത്തെ കഞ്ഞിക്കുഴി പയറും തമ്മിൽ പോളിനേറ്റ് ചെയ്ത് ആ സ്വാദ് കൊണ്ടുവരാൻ സാധ്യമാണ്. ഇത് കർഷകന് സാധ്യമാണ്. ഇപ്പൊ ഈ പുതിയ വിത്തിനങ്ങൾ സകല ഹൈബ്രിഡ് വിത്തുകൾ കമ്പനിയിൽ നിന്നും ഇന്ന് വാങ്ങുന്ന വിത്തുകൾ വാങ്ങി നമ്മളെ വിത്താക്കണം. കാരണം സുബകേശന്റെ ഒരു വർഷം, ആദ്യത്തെ തുടക്കത്തിൽ ഒരു വർഷം 10 ലക്ഷം രൂപയുടെ വിത്ത് വിൽക്കും. കഞ്ഞിക്കുഴി പയർ മാത്രം 10 ലക്ഷം രൂപയുടെ വിത്ത് സുബകേശന് വിൽക്കാൻ പറ്റി. ആ വിത്ത് ഡെവലപ്പ് ചെയ്തെടുത്തതിന്റെ അനന്തരഫലമായി കിട്ടിയതാണ്. ഇപ്പൊ വേറൊരു വിത്ത് കൂടി സുബകേശൻ ആദ്യം ചെയ്തതിന്റെ ചോട് പിടിച്ച് മധുര വെള്ളരി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സുബകേശനെ കണ്ടിട്ട് പറഞ്ഞു, മധുരവള്ളി തരാറായോ? 4ാം തലമുറയായി സാറേ, 4ാം തലമുറകളെ കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് വിടാം എന്നാണ് കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പറഞ്ഞിരിക്കുന്നത്. 4ാം തലമുറയായി കഴിഞ്ഞിട്ടുണ്ട് മധുര വെള്ളരി. പുതിയ വെള്ളരിയാണ് വരിക. ഇത് ഹൈബ്രിഡ് വിത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്തതാണ്. ആ ഹൈബ്രിഡ് വിത്തിൽ നിന്നും സുബകേശൻ വേർതിരിച്ചെടുത്ത അത് നാടൻ വിത്താണ്, നമ്മളുടെ നാടൻ വിത്താണ്. അതിന്റെ കുത്തകാവകാശം നമുക്കാണ്. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ഇതാണ് വഴി. നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും നല്ല വഴിയാണ് ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങുക, കൃഷി ചെയ്യുക, നമ്മുടെ നാടൻ പയറുമായി സംയോജിപ്പിച്ച് പുതിയ ഇനം വിത്തുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അത് നമ്മളുടെ പേരിട്ട് വിൽക്കുക, അല്ലെ നമ്മുടെ നാടിന്റെ പേരിട്ട് വിൽക്കുക. വിറ്റ് കാശുണ്ടാക്കിക്കൊള്ളുക. എന്തായാലും ശരി, ഈ ഹൈബ്രിഡ് വിത്തുകളുടെ കുത്തക കമ്പനികളുടെ രാജ്യങ്ങളുടെ അടിമകളാക്കപ്പെടാതിരിക്കാൻ കർഷകൻ ഈ വഴി കൂടി തെരഞ്ഞെടുത്തേ പറ്റൂ. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴി കൂടിയാണത്. 2 വഴികൾ ഞാനിപ്പോൾ പറഞ്ഞു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു ഹൈബ്രിഡ് മണ്ണ് ഓരോ വിളയ്ക്കും ഓരോ എന്നുള്ളത് കർഷകൻ വിചാരിച്ചാലേ നടക്കുള്ളൂ.
കർഷകൻ എന്നും ഒരു വെണ്ണയെ നിരീക്ഷിക്കുമ്പോ അതിനെന്തോ പോരായ്മ ഉണ്ടെന്ന് അവന് മനസ്സിലാകും. മണ്ണ് പരിശോധിക്കേണ്ട, ഇല പരിശോധിക്കേണ്ട, ലാബിൽ പോകണ്ട. വെറും നിരീക്ഷണത്തിലൂടെ ആ ഒരു വെണ്ണ സങ്കടത്തോടെയാണ് നിൽക്കുന്നത്, സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് എന്ന് കർഷകന് കണ്ടാൽ മനസ്സിലാകും. ഈ ശാസ്ത്രജ്ഞന് മനസ്സിലാവില്ല. അതിന്റെ അപ്പൊ ഒരു ചെടി സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്, നല്ലതായിട്ട് കായ്ക്കുന്നു, അത് നമ്മുടെ വിത്താക്കി മാറ്റി ഇങ്ങനെ മണ്ണ് ശരിയാക്കി വിത്ത് ശരിയാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. വെള്ളം, ചെടികൾക്ക് വെള്ളമേ വേണ്ട. ചെടികൾക്ക് വേണ്ടത് ഈർപ്പമാണ്, നനവ്. അതിനൊരു നനവ് മതി. വെള്ളം കൂടുതൽ ഒഴിച്ചാൽ ആ ചെടി വളരില്ല, വളരാതെ മുരടിച്ച് നിൽക്കും. പരമാവധി വെള്ളം കുറച്ചൊഴിക്കുക, ഈർപ്പം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മണ്ണിൽ പൊതയിടുക, സൂര്യപ്രകാശം മണ്ണിൽ അടിക്കരുത്, കാറ്റ് മണ്ണിൽ അടിക്കരുത്, മഴത്തുള്ളി മണ്ണിലേക്ക് നേരിട്ട് പതിക്കരുത്. അത് മണ്ണിനെ സംരക്ഷിക്കുക. കണ്ണിലെ കൃഷ്ണമണി പോലെ മണ്ണിനെ സംരക്ഷിക്കുക. ആ മണ്ണാണ്, ജൈവ കൃഷിയിൽ മണ്ണാണ് പ്രധാനം. മണ്ണാണ് നമ്മളുടെ എല്ലാം. അപ്പൊ അതുകൊണ്ട് മണ്ണിനെ യാതൊരുവിധ ദോഷവും വരാത്ത രീതിയിൽ മേൽമണ്ണ് മഴയത്ത് ഒലിച്ചു പോകാതെ, സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലടിച്ച് കാർബൺ റിലീസ് ചെയ്ത് പോകാതെ, കാറ്റടിച്ച് മണ്ണുണങ്ങാതെ, ആവശ്യത്തിന് വേണ്ട നേരിയ രീതിയിൽ നനച്ചു കൊടുത്ത് അതിന്റെ ഈർപ്പം നിലനിർത്താൻ പറ്റുക. ഒരു കാര്യം കർഷകർ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ മണ്ണിലെ കാർബണിന്റെ തോത് എത്രയെന്ന് എല്ലാവരും നോക്കുക. മിക്കവാറും ഇന്ന് കൃഷിയിൽ നിൽക്കുന്ന ഒട്ടുമിക്ക പേരുടെയും കൃഷിയിലെ മണ്ണിലെ കാർബന്റെ തോത് ബിലോ 1%. ബിലോ 1%. അത് 3% കൊണ്ടുവരണം. എങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളില്ലാതിരുന്ന് വിളവുണ്ടാക്കാം. നിങ്ങൾക്ക് ആ കാർബന്റെ തോത് 8% കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണിൽ ഈർപ്പം സ്വാഭാവികമായി വന്നുകൊണ്ടേയിരിക്കും. ആ മണ്ണിൽ വളരുന്ന സൂക്ഷ്മജീവികൾ അന്തരീക്ഷത്തിലെ തണുപ്പിൽ നിന്നും ഈർപ്പം പിടിച്ചെടുത്താണ് ജീവിക്കുക. അവർ മണ്ണിൽ നിന്നല്ല എടുക്കുക, അന്തരീക്ഷത്തിൽ നിന്നാണ് എടുക്കുക. അവർ ഓരോ 2 സെക്കൻഡിൽ അവർ ചത്തുപോകും. ചത്തു കഴിഞ്ഞാൽ ആ വെള്ളം മണ്ണിലേക്ക് വരും. അങ്ങനെ മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ ബാക്ടീരിയ ഇവിടെ ഉണ്ട്. പക്ഷെ ആ ബാക്ടീരിയക്ക് ജീവിക്കാൻ അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് 7-8% കാർബൺ വേണം. ഈ ലിവിങ് കാർബൺ വേണം. ഈ കാർബണാണ് നമ്മൾ കരിയിലയും ചപ്പിയോറും എല്ലാം വളം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ ഇത് സാധ്യമാണ്. പോരായ്മയ്ക്ക് മാത്രം നനച്ചു കൊടുക്കുക. പോരായ്മയ്ക്ക് മാത്രം നനച്ചു കൊടുത്ത് നിലനിർത്താൻ പറ്റണം. മേൽമണ്ണിലൂടെ വെള്ളം ഒഴുകി പോകാതെ കേരളത്തിൽ പെയ്യുന്ന 3000 മില്ലി മഴ മണ്ണിലേക്ക് ഇറക്കാമെങ്കിൽ കേരളത്തിൽ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും. ഏത് മലകുടുംബിലും കിട്ടും. എത്ര മലയുടെ മേലിലാണെന്ന് പറഞ്ഞാലും വെള്ളം കിട്ടും, കുഴിച്ചാൽ വെള്ളം കിട്ടും. പക്ഷെ ഒരു കണ്ടീഷൻ, മഴ പെയ്യുന്ന വെള്ളം മേൽമണ്ണിലൂടെ ഒഴുകിപ്പോകും. അത് മണ്ണിലേക്ക് ഇറക്കാൻ വേണ്ട നടപടികൾ എടുക്കണം. മണ്ണിനെ പുതപ്പിക്കണം. വേണ്ടെടുത്ത് കോണ്ടൂർ ട്രെഞ്ചിങ് ഉണ്ടാവണം. അത്യാവശ്യത്തിന് കോണ്ടൂർ ബണ്ടിങ്ങും ആകാം. ഇങ്ങനെ വെള്ളം പിടിച്ച് നിർത്തിയേ പറ്റും. ഇത് നിർത്തിയില്ലെങ്കിൽ നമുക്ക് ഈ വലിയ ഇപ്പൊ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഏലത്തിനൊക്കെ നനക്കുന്നുണ്ട്, തേയിലക്ക് നനക്കുന്നുണ്ട്. ആ തേയിലയുടെ നനയും ഏലത്തിലുള്ള നനയും അവിടെ നനക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം വേണ്ടേ? മലമുകളിൽ എവിടുന്ന് വെള്ളം കൊണ്ടുവരും? ഇപ്പൊ തീരദേശത്ത് വേണമെന്നുണ്ടെങ്കിൽ മലമുകളിൽ നിന്ന് ഒഴുകി വന്ന ഊറ്റൽ കൊണ്ട് കിട്ടും. കിഴക്കൻ പ്രദേശത്ത് എവിടെയാണ് വെള്ളം കിട്ടാൻ പോകുന്നത്? ഇപ്പൊ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലമെങ്കിലും പെയ്യുന്ന വെള്ളം മണ്ണിലേക്ക് ഇറക്കാൻ നമ്മൾ ശ്രമിച്ചേ പറ്റൂ. ചരിവുള്ള സൈഡിൽ മരങ്ങൾ ഉണ്ടായിരിക്കണം. മരങ്ങളില്ലാതെ വെള്ളം മാത്രം മണ്ണിലേക്ക് ഇറക്കിയാൽ ആ മണ്ണ് മുഴുവൻ കൂടി ഉരുൾപൊട്ടി താഴോട്ടു. മരങ്ങളുടെ വേര് പടലങ്ങൾ കൊണ്ട് ഈ മണ്ണിനെ പിടിച്ചു നിർത്താൻ പറ്റണം. അപ്പോ ഹൈ റേഞ്ച് പോലെയുള്ള ഏരിയയില് ട്രീ ക്രോപ്സ് എന്ന് പറയും, മരങ്ങളുടെ കൃഷിയാണ് പ്രധാനം. അതിന് നല്ല ഫ്രൂട്ട് ട്രീസ് പിടിപ്പിച്ചാൽ മതി. നല്ല ഫ്രൂട്ട് ട്രീസ് പിടിപ്പിച്ചിട്ട് മണ്ണ് സംരക്ഷിക്കുന്ന നടപടികൾ എടുക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞതാണ് വെള്ളം. അടുത്തതാണ് പുതിയതായിട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് മണ്ണിളക്കൽ. മണ്ണ് ഇളക്കുന്ന ഒരു പ്രകൃതമുണ്ട് നമുക്ക്. ചെടികളുടെ വേരോട്ടത്തിന് അത് എത്രാമത്തതാണ്? 10ാമത്തെ കാര്യമാണ് അറിവ്.
ചെടികളുടെ വേരോട്ടത്തിന് മണ്ണിളക്കം ആവശ്യമാണ്, അതിന് യാതൊരു സംശയമില്ല. ചെടികളുടെ വേരുകൾ സുഗമമായി ഊഴങ്ങളിലേക്ക് ഓടിയാലേ ഇത് കിട്ടൂ. ഇത് ഓടണമെന്നുണ്ടെങ്കിൽ മണ്ണിളക്കം ആവശ്യമാണ്. എന്നാൽ മനുഷ്യൻ മണ്ണിളക്കേണ്ടതുണ്ടോ എന്നതേ ഉള്ളു തർക്കം. മണ്ണിളകിയാ പോരെ. ഇപ്പൊ ഒറ്റ കാര്യമാണ്, മണ്ണ് ഇളകുകയാണ് വേണ്ടത്, മണ്ണ് ഇളക്കുകയല്ല. നമ്മൾ ഇളക്കരുത്, പ്രത്യേകിച്ച് സ്ലോപ്പിൽ ഒരു കാരണവശാലും ഇളക്കരുത്. അഥവാ എവിടെയെങ്കിലും ഇളക്കേണ്ടി വന്നാൽ ഉടൻ തന്നെ അതിന് മേലെ പുതയിടുകയും വേണം. അതായത് മണ്ണിൽ വസിക്കുന്ന സകല ജീവജാലം, മണ്ണിൽ വസിക്കുന്ന സകല ഉറുമ്പ്, അട്ടകള്, തേരട്ടകള്, ഇപ്പൊ അട്ടപ്പാടിയിൽ ഒരു എണ്ണം അട്ടയുണ്ട്, ചുരുളനട്ടയാണ്, ചുരുളനട്ട. ആ ചുരുളനട്ടയാണ് അട്ടപ്പാടിയിലെ മണ്ണിളക്കിക്കൊണ്ടിരുന്ന ആള്. ഏത് മണ്ണിനെയും അത് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കും. മണ്ണടിയിൽ പോവും, മണ്ണ് പുറത്തു വരും, മണ്ണിനടിയിൽ പോവും, ഇളക്കൊണ്ടിരിക്കും. എല്ലാ പ്രദേശങ്ങളിലും അതാതിടങ്ങളിൽ ജീവിക്കുന്ന മണ്ണിളക്കൽ പ്രക്രിയയുണ്ട്. ഞാൻ ഒരു കാലത്ത് വിചാരിച്ചു, ഈ അട്ടപ്പാടിയിലെ അട്ടയെ ശേഖരിച്ചിട്ട് നമ്മുടെ മണ്ണിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ മണ്ണിലെ ഇളക്കലും, ഇതിന്റെ പുറത്ത് ഒരു ഷെല്ലുള്ളതാണ്. ഷെല്ല്, അതായത് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞ ഷെല്ലുണ്ട്. അപ്പൊ അട്ടപ്പാടിയിലെ ഈ അട്ട മണ്ണിളക്കി തരികയും ചെയ്യും. അത് ചത്തു കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് നമ്മള് pH ബൂസ്റ്റൊന്നും മേടിച്ചിടണ്ട, അല്ലാതെ തന്നെ ചെയ്യും. അപ്പൊ ഇതൊരു സൗകര്യമാണ് എന്ന് വിചാരിച്ച് ഞാൻ കുറെ അട്ടയെ കൊണ്ടുവന്ന് എന്റെ പറമ്പിലിട്ട് നോക്കി, വളരുവോ പെരുവോ എന്നറിയാൻ വേണ്ടി. വളരില്ല, അതിവിടെ വളരില്ല. കാരണം ഇത് മണ്ണിന് വെളിയിൽ വന്ന ഉടനെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കാക്ക പിടിച്ച് തിന്നു കളയും. നമ്മുടെ കാക്കയാണ് എന്റെ ഇട്ടതിനെ മുഴുവൻ കാക്ക ഓരോന്നോരോന്നിനെ പെറുക്കിയിടും. ഒരട്ടയെ കണ്ടു കിട്ടി കഴിഞ്ഞപ്പോൾ കാക്ക ഈ അട്ടയെ തിരക്കി നടന്ന് പിടിച്ച് ഞാൻ ഇട്ടതിനെ മുഴുവൻ പിടിച്ചു. അപ്പോ ഓരോ പ്രദേശത്തിനും അതാതിടങ്ങളിൽ അനുയോജ്യമായ ജീവജാലങ്ങളുണ്ട് മണ്ണിളക്കാൻ. മണ്ണരയുടെ ജോലി അതല്ലേ, അടിയിലെ മണ്ണ് മേളിൽ കൊണ്ടുവരല്. ഉറുമ്പിന്റെ ജോലി, കട്ടുറുമ്പിന്റെ ജോലി അടിയിലെ മണ്ണ് മേളിൽ കൊണ്ടുവരല്ലേ. എലിയുടെ ജോലി എന്താ, അടിയിലെ മണ്ണ് മേളിൽ കൊണ്ടുവരല്ലേ. എല്ലാ ജീവജാലങ്ങളും, മണ്ണിൽ വസിക്കുന്ന സകല ജീവജാലങ്ങളുടെയും ജോലി മണ്ണിളക്കലാണ്. മണ്ണിളക്കൽ ജോലി അവർക്ക് വിട്ടുകൊടുക്കുക. എങ്ങനെയാണ് അവർക്ക് വിട്ടുകൊടുക്കുക? മണ്ണിന് മീതെ പുതയുണ്ടായാൽ മതി. നല്ല കനത്തിൽ മണ്ണിന് മീതെ പുതയുണ്ടെങ്കിൽ ആ മണ്ണിൽ മണ്ണിളക്കം സ്വാഭാവികമായി നടന്നുകൊള്ളും. അപ്പൊ ഞാനിത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടാണ് ഇത്ര തർപ്പിച്ച് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വേനലില് എന്റെ മരത്തിൽ, എന്റെ കാട്ടിലെ മരങ്ങളുടെ നല്ലൊരു ശതമാന വിലയും മണ്ണിൽ പതിച്ചു. അത് ഇല ഉണങ്ങി കൊഴിഞ്ഞ് മണ്ണിന് മീതെ നല്ല പൊത, നല്ല കനത്തിൽ പൊത, കരിയില വീണ് പൊത. ഒരൊറ്റ മഴ, ശക്തമായ ഒരൊറ്റ മഴയ്ക്ക് എന്റെ കാട് മുഴുവൻ പച്ചപ്പായി കഴിഞ്ഞു. ഇന്ന് ഞങ്ങള് നോക്കാനായിട്ട് കുറച്ചു പേര് വന്നിരുന്നു. മണ്ണിൽ കയറി ഇറങ്ങി നോക്കി, കരിയില മുഴുവൻ കുതിർന്നിരിക്കുകയാണ്. മണ്ണിലേക്ക് വെള്ളം എത്തിയിട്ടില്ല, ഇത്രയും മഴ പെയ്ത്. കരിയില മുഴുവൻ പിടിച്ച് മണ്ണിലേക്ക് പതുക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മണ്ണിന് മീതെ പുതയിട്ട് കഴിഞ്ഞാൽ ആ പുതയുടെ അടിയിൽ സകല ജീവജാലങ്ങളും വരികയും ചെയ്യും. മണ്ണിളക്കം സുഗമമായി നടക്കുകയും ചെയ്യും. മണ്ണര വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെ ചെയ്യാൻ സകല മണ്ണിനെയും ഇളക്കും. ഇതില് ഒരുപാട് ഇനം മണ്ണരയുണ്ട്. മണ്ണര കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു തെറ്റായ വളം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയുണ്ട്. ഗവൺമെന്റ് തലത്തിൽ കൃഷി ഡിപ്പാർട്ട്മെന്റ് വഴി പ്രചരിപ്പിക്കുന്നതാണ് മണ്ണര കൃഷി, മണ്ണര കമ്പോസ്റ്റ്. ഈ മണ്ണര കമ്പോസ്റ്റ് തീർത്തും തെറ്റായ ഒരു പ്രക്രിയയാണ് കൃഷിയിൽ. വിദേശ മണ്ണരയെ കൊണ്ടല്ല നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ടത്. കേരളം കമ്പോസ്റ്റ് സാറേ മ്യൂട്ടായി പോയല്ലോ. ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ഉപയോഗിച്ചിട്ടാണ്, ജീവിയെ ഉപയോഗിച്ചല്ല. ഈ മണ്ണ് പിന്നെ നമ്മുടെ ജീവനുള്ള ചെടികളുടെ ജീവനുള്ള വേരും കൂടി അത് തിന്നു വരും. അതിനെപ്പറ്റി ഒരു പഠനം നടത്താതെയാണ് നമ്മുടെ മണ്ണിലേക്ക് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കി ഇടിച്ചുകൊണ്ടിരുന്ന കർഷകരെ കൊണ്ട് സബ്സിഡി കൊടുത്ത് കൃഷിഭവൻ വഴി, കൃഷി ഡിപ്പാർട്ട്മെന്റ് വഴി കൊടുത്തിട്ട് ചെയ്തതാണ്. നമ്മുടെ ഇവിടെ പ്രചരിപ്പിക്കേണ്ടത്
പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് നാടൻ മണ്ണരയാണ്. മണ്ണിനടിയിൽ വസിക്കുന്ന മണ്ണര കുരുപ്പ ഉണ്ടാക്കുന്ന ഈ മണ്ണരയാണ് വേണ്ടത്. ആ മണ്ണരയിൽ തന്നെ ഒരുപാട് ഇനം മണ്ണരയുണ്ട്. 1.5 അടി വരെ വരുന്ന മണ്ണരയുണ്ട്. 1.5 അടി നീളം വരുന്ന മണ്ണര ഇവിടെ തലശ്ശേരി ഭാഗത്തെ പുഴയുടെ തീരങ്ങളില് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ അവിടെ ആ പുഴയുടെ തീരങ്ങളിൽ 1.5 അടി നീളം, 1.5 അടിക്ക് മേൽ നീളമുള്ള മണ്ണരയും നല്ല വണ്ണമുള്ള മണ്ണരയും ഈ മണ്ണര ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ്. അതായത് എങ്ങനെയോ അത് ഇവിടുന്ന് കടത്തിയിട്ടുണ്ട്, ആരൊക്കെയോ ചേർന്നത് കടത്തി. അവരെ കുറ്റം പറയാനാവില്ല, അവരാവശ്യക്കാരാണ്. നമ്മുടെ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ മണ്ണര. ആ മണ്ണര പോലത്തെ മണ്ണരകൾ നമ്മുടെ കുട്ടനാടൻ പാടശേഖരങ്ങളിലൊക്കെ വളർന്നിരുന്നെങ്കിൽ അവിടെ പിന്നെ വേറെ ഒരു സംവിധാനവും വേണ്ടി വരില്ലായിരുന്നു. അതായത് കുട്ടനാടൻ മണ്ണ് പോലെയുള്ള എക്കൽ ഡെപ്പോസിറ്റ് ഉള്ള മണ്ണുകളിലേ അവരെ വളരൂ. അതിന് നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല. വേറെ ലോകത്ത് ആരെങ്കിലും കൊണ്ടുപോയി അതിനെ വളർത്തിയെടുത്ത് അതിന്റെ പ്രയോജനം എടുക്കണമെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ പറയുക. ഇവിടെ രാസവളവും കീടനാശിനി എല്ലാം കൂടി തളിച്ചു കുട്ടനാടൻ മണ്ണ് മുഴുവൻ മരിച്ചു കഴിഞ്ഞു. എല്ലാ ജീവജാലങ്ങളും ചത്തു കഴിഞ്ഞു. ഇന്നും അവിടെ കൃഷി നടക്കുന്നത് എന്തോ അത്ഭുതമാണ്. എങ്ങനെയാണ് അവിടെ കൃഷി നടക്കുക എന്നറിയില്ല. ഏതായാലും ഈ മണ്ണിൽ വസിക്കുന്ന മണ്ണരകളെ മുഴുവൻ നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷിയിടങ്ങളിൽ, നെൽവയലുകളിൽ നാടൻ മണ്ണരയുടെ എണ്ണം ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു പോയിരിക്കുന്നു. വളരെ വളരെ അപൂർവമായി പോയിരിക്കുന്നു. എന്താ കാരണം എന്ന് വെച്ചാല് അതിന് തിന്നാൻ വേണ്ട പ്രോട്ടീൻ, മണ്ണര എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ വേണമെങ്കിൽ ന്യൂഡിൽസ് പോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത്രയ്ക്ക് നല്ല പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ കഴിച്ച് ഒരു വളരണമെന്നുണ്ടെങ്കിൽ മണ്ണിൽ നല്ല പ്രോട്ടീൻ വരണം. ഈ മണ്ണിൽ പണ്ട് കാലത്ത് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടിക്കൊണ്ടിരുന്നത്, കൃഷിയിടങ്ങളിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ കിട്ടിക്കൊണ്ടിരുന്നത് അന്നത്തെ പശുവിന്റെ ചാണകമായിരുന്നു. ചാണകം. അന്ന് പശുവിന് കൊടുത്തിരുന്ന തീറ്റ എന്ന് പറയുന്നത് കപ്പലണ്ടി പിണ്ണാക്ക്, പ്രോട്ടീനാണ്. അതായത് നിലക്കടലയിൽ നിന്ന് എടുത്ത പിണ്ണാക്ക് ഹൈ പ്രോട്ടീനാണ്. പുളിയരി നല്ല പ്രോട്ടീനാണ്. ഈ പുളിയരിയും കടലപ്പിണ്ണാക്കും കൂടി വേവിച്ച് കുഴച്ചാണ് പശുവിന് കൊടുക്കുക. അതിന്റെ ചാണകത്തിൽ മണ്ണര യഥേഷ്ടം വളരും. ഈ ചാണകം കൊണ്ടുപോയി പറമ്പിലും തെങ്ങിനും വാഴയ്ക്കും എല്ലാത്തിനും ഇടുമ്പോൾ ചാണകം മാത്രമല്ല ഇടുക, ഈ മണ്ണരയും കൊണ്ട് ഇടുമായിരുന്നു. ഇത് ആണ്ടോടാണ്ട് ചെയ്തിട്ടിരുന്ന ഒരു സാധനമാണ്. ഇന്ന് അത് നിലച്ചു പോയിരിക്കുന്നു. നമ്മുടെ ഈ പെല്ലറ്റ് കൊടുത്ത് വളർത്തുന്ന പശുവിന്റെ ചാണകത്തിൽ ഈ മണ്ണര ഒന്നും തന്നെ വളരും, യാതൊരു മണ്ണരയും വളരും. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണര വളരെയധികം കുറഞ്ഞു. വേണമെന്നില്ല. ഏത് പശുവിനായാലും ശരി കൊടുക്കുന്ന തീറ്റ കപ്പലണ്ടി പിണ്ണാക്കും പുളിയരിയും പണ്ട് കാലത്ത് കൊടുത്തിരുന്നത് പോലെ കൊടുത്താൽ പിന്നെ ബാക്കിയുള്ള തീറ്റകളൊക്കെ കൊടുത്തു. പെല്ലറ്റ് കൊടുക്കാണ്ടിരിക്കുക. പെല്ലറ്റില് മീനിന്റെ അംശവും പ്രോട്ടീന് വേണ്ടിയിട്ട് അതും ഇതൊക്കെ ചേർത്തിരിക്കുകയാണ്. മീനിന്റെ ഒക്കെ അവശിഷ്ടം ഏതെന്നൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ പെല്ലറ്റ് ഉണ്ടാക്കണേ. പശു വെജിറ്റേറിയൻ ആണ്. അതിന് കൊടുക്കേണ്ടത് വെജിറ്റേറിയൻ സാധനം ഫുഡാണ്. അല്ലെങ്കിലാണ് അതിന് അകിട് വീക്കം വരിക, പ്രസവിക്കുമ്പോൾ അകിട് വീക്കം വരിക, വേറുള്ള കുളമ്പ് രോഗം വരിക. എന്നിട്ട് അതിനെ മാർഗങ്ങൾ ഉണ്ടാക്കുക. താറാവിന് തീറ്റ ഉണ്ടാക്കി കൊടുക്കുന്നത്, താറാവിന്റെ തീറ്റയില്ലാത്ത എന്തൊക്കെയോ കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കും. മഴ തുടങ്ങുമ്പോൾ വൈറസ് രോഗം വരും. കൂട്ടമായിട്ട് രോഗം ഉള്ളതിനെ ഇല്ലാത്തിനെയും പിടിച്ച് കൂട്ടിയിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. എന്തൊരു ദ്രോഹമാണ് കൃഷി എന്ന പേരിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാറിയേ പറ്റും. ഈ മാതിരി തോന്നിയാസങ്ങളും വേണ്ടാതീരങ്ങളും നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കർഷകൻ ഇതിനകത്ത് ഇടപെടുകയും അതിനെ ചോദ്യം ചെയ്യുകയും, ഇതല്ല കൃഷി, ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. താറാവിനോട് ചെയ്യുന്ന ക്രൂരത എത്രമാത്രം വലുതാണെന്ന് ആലോചിച്ച്. കുളമ്പ് രോഗം വരിക, ഈ ആടുമാടുകളുടെ ഇത് ചെയ്യുക, ഇത് വലിയ പ്രയാസമായിട്ട് തീർന്നിരിക്കുന്നു. പശു വളർത്തുന്നുണ്ടെങ്കിൽ അതിന് നല്ല നാടൻ തീറ്റ കൊടുത്ത് വളർത്തുക. ആ നാടൻ തീറ്റ കൊടുത്ത് അതിന് വളർത്തുക. അതിന്റെ ചാണകം മണ്ണിലേക്ക് ഇട്ടു നോക്കി മണ്ണര സുലഭമായിട്ട് വരുന്നത് കാണാം. മണ്ണിൽ ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായി. എന്റെ കൊച്ചുനാളിൽ മണ്ണില് ചാണകം ഉരുട്ടുന്ന വണ്ടുണ്ടായി. വണ്ട്
ഞാൻ എന്റെ ക്ലാസ്സിൽ അത് പഠിപ്പിക്കും. അത് കണി കാണാനില്ല ഉണ്ട്, കണി കാണാൻ. അതായത് ചാണകം ഉരുട്ടിയെടുത്തിട്ട് ഒരു വണ്ട് ഉന്തും ഒരു വണ്ട് വലിക്കും. എന്നിട്ട് ഈ ചാണകത്തിന്റെ ഉരുളയെ ഉരുട്ടി കൊണ്ടുപോയി മണ്ണിനടിയിൽ വെക്കും. അവർക്ക് തീറ്റയായിട്ട് വെക്കുക. മണ്ണിളക്കുക മാത്രമല്ല, മണ്ണിനടിയിൽ വളം കൊടുക്കുന്ന രീതി കൂടിയുണ്ട്. ഈ ചാണകം ഉരുട്ടുന്ന വണ്ട് ചെയ്യുന്ന പ്രക്രിയ പച്ചക്കറിയിൽ അനുവർത്തിക്കേണ്ടതാണ്. ഞാനൊരു കർഷകൻ അത് ചെയ്യുന്നത് കണ്ടു. അതായത് പച്ചക്കറി തൈകൾ നടുമ്പോൾ പച്ചക്കറിയുടെ ഒരു 6 ഇഞ്ച് അകലെ ഒരു കുഴി കുഴിച്ചിട്ട് ഒരു പിടി ചാണകം അതിന്റെ മണ്ണിനടിയിലേക്ക് വെക്കും. വിത്തിന്റെ ചെടിയുടെ അടിയിലല്ല വെക്കുക, ഒരു ഇച്ചിരി അകലെ ഒരു കുഴി കുഴിച്ചിട്ട് അതും കൂടി വെച്ചിട്ടാണ് പോകുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനടിയിലേക്ക് വെക്കും. ഇതായിരുന്നു ഈ വണ്ട് ചെയ്തിട്ടിരുന്നത്. മണ്ണിനടിയിൽ കൊണ്ടുപോയി ചാണകം വെക്കും. പച്ചക്കറി വെക്കുമ്പോൾ 2 സൈഡിലും ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് അകലത്തിൽ ഓരോ പിടി ചാണകം, പച്ച ചാണകം എടുത്ത് ഉരുട്ടിയിട്ട് ഒന്ന് കുഴിച്ച് മണ്ണിനിടയിൽ ഇട്ടിട്ട് മൂടി തടമെടുത്തിട്ട് ഒന്ന് നനച്ചു നോക്കി. നിമിഷങ്ങൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ ഈ ചാണകത്തിനകത്ത് ഈ പച്ചക്കറിയുടെ വേരെത്തും. ആ തണ്ടയിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ തണ്ട് ഉണങ്ങി പോവുകയും ചെയ്യും, ഫംഗസ് വന്ന് പോവുകയും ചെയ്യും. ഇത് പണ്ട് കാണിച്ചു തന്നിട്ടുള്ള വ്യക്തിയാണ്. മണ്ണിനടിയിലാണ് ചാണകം, മണ്ണിന് മേളിലല്ല. മണ്ണിനടിയിൽ ചാണകം ഇച്ചിരി വളർത്താൻ വേണ്ടി. പിന്നെ എല്ലാ വളപ്രയോഗങ്ങളും മേളിൽ. പക്ഷേ ഒരു കൊച്ചു തൈ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഈ മാതിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. മണ്ണിളക്കൽ. അതുകൊണ്ട് മണ്ണിളക്കുകയല്ല, മണ്ണ് ഇളകുകയാണ് വേണ്ടത്. താനെ മണ്ണിളക്കാനുള്ള എല്ലാവിധ സംവിധാനവും മണ്ണിലുണ്ട്. ആ സംവിധാനം സാഹചര്യം ഒരുക്കുക. ക്ലാസ് നിർത്തി 9:33 സർ. നമുക്ക് തൽക്കാലത്തേക്ക് ഇന്ന് ഒരെണ്ണേ പഠിച്ചിട്ടുള്ളൂ, പുതിയതായിട്ട് ഒരെണ്ണേ പഠിച്ചിട്ടുള്ളൂ. അടുത്തത് കുറച്ചുകൂടി ദിവസം, അടുത്ത ദിവസം നമുക്ക് കുറച്ച് പഠിക്കാം. തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുന്നു. അത്യാവശ്യത്തിന് 1-2 പേരുടെ സംശയം ഉണ്ടെങ്കിൽ തീർക്കാം. ഉണ്ടോ? ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്തോളൂ. ഓക്കെ. ഹലോ, സംശയമുണ്ടോ? ഹലോ. ആരോഗ്യമുള്ള മണ്ണ്, അതിൽ ആരോഗ്യത്തോടെ വളരുന്ന സസ്യം, അതിലെ പോഷകമൂല്യമുള്ള ഭക്ഷണം, അതിലൂടെ മാത്രമേ മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആരോഗ്യമുള്ള മണ്ണ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വളരെ ലളിതമായ രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ദയാൽ സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു സർ. ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്ക് ബിരിയാണി അടുത്ത ആഴ്ച കാണാം.